ഹലോ, അപ്പോൾ നമുക്കിന്നൊരു ഷവായി ചിക്കൻ ഉണ്ടാക്കിയാലോ? ഞാനിവിടെ 2 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 ചിക്കനിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ തക്കാളി, 2 പൊണ വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, പിന്നെ ഒരു ചെറിയൊരു പൊട്ട് വെള്ളിയുള്ളിയുമാണ് വേണ്ടത്. പിന്നെ നാരങ്ങാ നീരും വേണം. അപ്പോൾ ഇതൊക്കെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇട്ടതിന് ശേഷം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി, ഞാൻ ഇവിടെ 2-3 സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു ശകലം മുളക് പൊടിയാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. നമുക്ക് എത്ര എരിവ് വേണമെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള 2 ചിക്കൻ ആവുകൊണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു ചെറിയ സ്പൂണ് നമുക്ക് മല്ലിപ്പൊടി ഉണ്ടാവില്ലേ, അത് ഇടുക. ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതും കൂടി ഇട്ടിട്ട് നമുക്ക് അതിൽ നന്നായിട്ട് നാരങ്ങ നീരും അതിലൊഴിച്ചതിന് ശേഷം ലേശം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാല ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഉണ്ടാവില്ലേ, അതും ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ഒഴിച്ചെടുത്താൽ മതി. അതിൻ്റെ നല്ല പേസ്റ്റ് ആയിട്ടുള്ള രൂപത്തിൽ ഇതുപോലെ നല്ല പേസ്റ്റ് ആയിട്ടുള്ള രൂപത്തിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് ചിക്കൻ ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എരിവും പുളിയൊക്കെ ഉപ്പൊക്കെ കയറാൻ നല്ല ഉപയോഗമാകും അങ്ങനെ ചെയ്ത് കൊടുത്താൽ. അപ്പോൾ നമുക്ക് അത് നന്നായിട്ട് മസാല തിരുമ്പിയിട്ട് നമുക്കൊരു 3-4 മണിക്കൂറൊക്കെ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് രാവിലെ ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരത്തൊക്കെ ഇങ്ങനെ കഴിക്കാനും നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഞാനിത് ഓവനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഓവനിൽ ഒരു 10-20 മിനിറ്റ് ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്കിത് ഓവനിലേക്ക് വെക്കാൻ പറ്റുക. അപ്പോൾ നമ്മളതിങ്ങനെ ഓവനിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.